ഗുഡ് മോർണിംഗ് മാഡം. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറഞ്ഞു. മിസ്റ്റർ അശോക് ചക്രവർത്തിക്ക് ഇവരെ രണ്ടുപേരെയും മുമ്പ് പരിചയമുണ്ടോ? സേ യെസ് ഓർ നോ. യെസ്. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ മാഡം മാഡം. ഇനി മാഡം വിചാരിച്ചാലും രക്ഷയില്ല. എന്റെ മമ്മിയെക്കാളും പവറുള്ള ആളാണ് എന്റെ ഗ്രാൻഡ് മ. ആണോ? ശരിക്കും? ഹായ് ഗ്രാൻഡ് മാ. സത്യത്തിൽ എന്തുണ്ടായി? സത്യത്തിൽ എന്തുണ്ടായി? രണ്ടുപേർക്കും വേണ്ട? എന്നെയും എന്റെ കൊച്ചുമോളെയും നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഉപദേശിക്കാനും മറ്റൊരാൾ ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓ, അപ്പൊ അതാണ് ഈ ചരിത്രത്തിന്റെ കുഴപ്പം. ഐ സേ യു ഗെറ്റ് ഔട്ട്. ലെറ്റ് മീ. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെ ഇവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി. മാഡം ഞാനൊന്നും. ആന്റി. ആന്റിയോ? ഗെറ്റ് ലോസ്റ്റ്. എന്തൊരു കഷ്ടായി. മിൻമിനി, ഇത് ഇവിടെ തന്നെ ആയ പിരിച്ചു വിടുന്നതിന് മുമ്പ് ഒരു വിശദീകരണം വേണ്ടേ? എനിക്ക് പറയാനുള്ളത് കേൾക്കണം. കേട്ടാ പറ്റൂ. കേൾക്കാം. താനല്ല, അവര് കേൾക്കണം. കേക്കില്ല. മാഡം ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്താ പിന്നെ അത് മാറ്റില്ല. എന്റെ കാര്യത്തിൽ ഇത്ര ക്ഷമ കാണിച്ചേ പറ്റൂ. ക്ഷമ എന്നൊരു വാക്ക് മാഡത്തിന്റെ ഡിക്ഷണറിയിലില്ല. ഓഹോ, എങ്കിൽ ക്ഷമ എന്ന വാക്ക് ആ മാഡത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്തട്ടെ. ഇനി ചക്രവർത്തി കിരീടം അഴിക്കൂ. ഇടോ വണ്ടി എടുത്ത് മാറ്റണോ? അയ്യോ, ഞാൻ എടുത്ത പൊങ്ങില്ല. ഇടോ മാടമാണ് അകത്തിരിക്കുന്നത്. ഏത് കുഴിമാടം? മാറിക്കടോ. ഗുഡ് മോർണിംഗ് മിൻമിൻ കുട്ടി. എന്താ ഇത്? മാഡത്തിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തണ്ട. താനല്ലേ പറഞ്ഞ മാഡത്തിന് ക്ഷമയില്ലെന്ന്? ഒന്ന് മാഡത്തിനെ വിളിക്കും. വിളിക്കടോ. മാഡം വണ്ടി ഇറങ്ങില്ലേ? വേണ്ട, ഞാൻ ഇറങ്ങാം. മാഡം മാഡം തനിക്ക് എന്താണോ ഇവിടെ കാര്യം? വണ്ടി എടുത്ത് മാറ്റടോ. മാഡം പറഞ്ഞിട്ടില്ല, വണ്ടി എടുത്ത് മാറ്റാം. യു ഷട്ട് അപ്പ്. തലയിരിക്കുമ്പോ വാലാടണ്ട. വാല. മാഡം റിലാക്സ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കിപ്പോ സമയമില്ല. അയ്യോ, എനിക്കിപ്പോഴേ സമയമുള്ളൂ. കേശു, പോലീസിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. നമ്പർ വേണോ? നമ്പർ എനിക്കറിയാം. പോടാടുന്നു. മാഡം, പോലീസ് ട്രാഫിക് ഒക്കെ മാറ്റി ഇവിടെ വന്ന് വണ്ടി മാറ്റുമ്പോഴേക്ക് 3 മണിക്കൂർ കഴിയും മാഡം. എനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കി പറ, എന്താ കാര്യം? അയ്യോ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയി പറയാം. സാധ്യമല്ല. എന്റെ ഓരോ മിനിറ്റിന്റെ വില തനിക്കറിയോ? അയ്യോ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത്. ആഹാ, നാടകത്തിന് കൊട്ടാരൻ സെറ്റിട്ട പോലെയുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? ഹൈ, വീട്ടിൽ കയറുമെന്ന് അതിഥിയോടൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറയണം. ഞാൻ ഇരുന്നോണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാഡം ഇങ്ങനെ നിന്നോണ്ട് കേൾക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാനിവിടെ നിൽക്കാം. കാര്യം പറ. പക്ഷെ എനിക്ക് ഇരുന്നാലേ കാര്യം പറയാൻ പറ്റൂ. ദാ, മിനിറ്റുകൾക്ക് ഒരുപാട് വിലയുള്ള ആളല്ലേ, ഒന്ന് ഇരിക്കാൻ പറയുന്നേ. Can I? ഈ ഇരിപ്പൊരു സുഖം. ഇപ്പൊ ഓക്കെ. പറ, എന്താ മാറ്റർ? ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. ഒരു ചായ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി പറയടോ, പറയാൻ. ചൂടാവല്ലേ, ആ ചായ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. പറയാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ഹായ് ഗ്രാൻഡ്മാ, സോ സ്വീറ്റ്. ഈ മാഡം ചൂടാവുമ്പോ മുഖമൊക്കെ ചോന്നു കൊടുത്തുള്ള സൗന്ദര്യം മുഴുവൻ കളയും. ബട്ട് ഗ്രാൻഡ്മാ ഈസ് ഗ്രാൻഡ്. ദേഷ്യം വരുമ്പോ മുഖമൊക്കെ ചുവന്നു കൊടുത്ത് തക്കാളിപ്പഴം പോലെ. എന്താ ഭംഗി. ഈശ്വര, ഒഴിഞ്ഞിടണം കണ്ണ് കിട്ടാതെ.
ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ ഗേളാ? ഡോ, ഓ അവനും ഇണങ്ങിയ വേഷം ഇട്ടാ പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? അയ്യോ സോറി, പരിചയക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് സംസാരിച്ചങ്ങട് കുറച്ചു നേരം. ആർഭാട വേഷങ്ങൾക്കിടയിൽ ഒരു മലയാള തനിമ. എന്താ അമ്മയുടെ പേര്? ഭവാനി. ഭവാനി അമ്മ, നല്ല പേര്. താൻ ചായ കുടിച്ചിട്ട് കാര്യം പറ. ചായക്ക് നല്ല ചൂട്, ഒന്ന് ആറിക്കോട്ടെ. കാര്യം പറയുന്നോ ഇല്ലയോ? ഊവ്, നല്ല ചായ. ആരതുണ്ടാക്കിയത്? ഞാന്. ആണോ? ഇങ്ങനെ എന്നും ഉണ്ടാക്കോ? ഭവാനി അകത്ത് പോ. അയ്യോ മാഡം പോവല്ലേ. മാഡത്തിന്റെ ലൈഫിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്റെ ചായയാണ്, ഗ്രാൻഡ് എടുത്ത് കുടിക്കല്ലേ കേട്ടോ. ആഹാ, ഹേയ് മാഡം ഇരിക്കേ, എനിക്ക് ഇരുന്നാലേ പറയാൻ പറ്റൂ. പറ, എന്താ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം? ഒന്നുമില്ല മാഡം. ഈ ക്ഷമ എന്ന വാക്ക് മലയാളം നിഘണ്ടുവിൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതിന് പേഷ്യൻസ് എന്ന് പറയും. അതില്ലെങ്കിൽ ഇതുപോലെ പേഷ്യൻ്റ് ആവും, മെന്റൽ പേഷ്യൻ്റ് ആവും. അതുകൊണ്ട് എന്തിനും ഏതിനും ഒരല്പം ക്ഷമ. മാഡത്തിന് അത് സാധിക്കും. അതൊന്ന് പറയാനും പരീക്ഷിക്കാനുമാ ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാനങ്ങട് യ്യോ! ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. നീ അവളെ ക്ഷമ പഠിപ്പിച്ചെന്നോ? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എടോ, എന്റെ മോളൊരു പഞ്ചപ്പാവ. ഭക്ഷണം കഴിക്കുമ്പോ കോമഡി പറയില്ല അങ്കിൾ. ഞാൻ പറഞ്ഞതിൽ എന്താ കോമഡി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളുടെ മോൾ ഒരു മനുഷ്യക്കുട്ടിയല്ല, അവൾ ഒരു ഈറ്റ പെൺപുലിയാ. പറഞ്ഞത് കേട്ടില്ല സാറേ, സാറിന്റെ മോളൊരു ഈറ്റ പെൺപുലിയാണെന്ന്. ഇവനെയാണ് സാറിന്റെ ഭാവി മരുവനായിട്ട് കണ്ടുവച്ചത്. കഷ്ടം. ശങ്കരനുണ്ണി, ആ, ഞാൻ സാറിന്റെ ആളാ. സാറിന് ദോഷം വരുന്ന ഒരു കാര്യത്തിനെ കൂട്ടിക്കില്ല. സാർ ഇത് ചാറ് വെച്ച് ചോറിന് സാറേ. പാചകക്കാരോ ഉപദേശക്കാരനാവാൻ നിൽക്കണ്ട. അങ്കിളെ, ഇവന്റെ ജോലി ഞാൻ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തിയാൽ മതി കേട്ടോ. അതിന് ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ. അല്ലല്ല, ബാങ്കിലെ ജോലി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ഇല്ലാത്തത് കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വൈകിട്ടത്തെ പൊറോട്ടക്കുള്ള മാവ് എടുക്കട്ടെ. ആയിക്കോട്ടെ. ചെല്ലല്ലേ വേഗം ചെന്നുണ്ടാക്കും.